സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുന്നു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും യെല്ലോ അലർട്ട് തുടരും. മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പ്. സുനിഷ യെല്ലൂർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സുനിഷ യെല്ലൂർ. എങ്ങനെയാണ്, മഴ പെയ്യുമോ അതോ പെയ്യാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജിയ. കാലവർഷം വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ശക്തി പ്രാപിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഇനി സൂക്ഷിക്കണം. ഈ പറയുന്നത് പോലെ എല്ലാ ജില്ലകൾക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഒപ്പം 12-ാം തീയതി മുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട്. ഓറഞ്ച് അലർട്ടൊക്കെ പല ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. ഇന്നും നാളെയും 9 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ സുജിയ 12-ാം തീയതി മുതൽ, അതായത് മറ്റന്നാൾ മുതൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ഈ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായി ശക്തമായ മഴയ്ക്കുള്ള അതിതീവ്രമായ മഴ 14 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ദിവസം, അതിന് തൊട്ടടുത്ത ദിവസം ഈ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലുമുണ്ട്. പക്ഷേ ശനിയാഴ്ചയോടുകൂടി തന്നെ 9ഓളം ജില്ലകൾക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും അതേ രീതിയിലായിരിക്കും. എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് ശനിയാഴ്ച നൽകിയിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളും യെല്ലോ അലേർട്ട് തുടരുമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കും സുനിഷ, മഴ മുന്നറിയിപ്പ് നമ്മൾ ഈ കാർഡ് കാണിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പച്ച കത്തി നിൽക്കുന്നത് വയനാട്, പാലക്കാട്, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ സുനിഷയ്ക്ക് പച്ച ലൈറ്റാണ്, മഴയില്ല. അതെ സുജി, ഇവിടെ നേരിയൊരു മഴയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ. തിരുവനന്തപുരത്ത് ചെറുതായി ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 6 മണിയാകുമ്പോൾ മഴയ്ക്കുള്ള ഈ മുന്നറിയിപ്പൊക്കെ മാറുമോ എന്നത് നല്ല പരിപ്പോടെയൊക്കെ ചാർജ് ആയിക്കോളൂ. ഉറപ്പായിട്ടും സുജി, ഉറപ്പായിട്ടും. ഓക്കെ, സുനിഷ യെല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അവിടെയൊക്കെ ഉള്ളവർ ജാഗ്രത പാലിക്കുക. അതിനിടയിൽ നമ്മുടെ അഫാൻ ചോദിക്കുന്നു, സൗദി അറേബ്യയിലെ റിയാദിലെ ചൂട് 46 ഡിഗ്രിയാണ്. നാട്ടിൽ മഴ എങ്ങനെയുണ്ട്? നാട്ടിലെ മഴയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മഴ പെയ്താൽ എന്തൊരു മഴയാണെന്ന് പറയും, മഴയില്ലാത്തപ്പോൾ അതാണ് കുഴപ്പം. ആമി പറയുന്നു, 4 ദിവസം മഴ പെയ്തപ്പോൾ അയ്യോ മഴ മതി, വെയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ അമ്മ വെയിലായപ്പോൾ എന്ത് ചൂടാ, മഴയാണ് നല്ലതെന്ന്. എന്ത് മനുഷ്യരാണോ എന്ന്. ആമി സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ?